ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്. എന്താണ് ഇപ്പം പോലീസിനോടൊക്കെ സംസാരിച്ചിരുന്നു? എന്താണ് ഇപ്പോൾ അവസാനമായിട്ട്? പോലീസുമായിട്ട് സംസാരിച്ചിരുന്നു. പോലീസിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും പുറത്തു കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ്. പോലീസുമായിട്ട് ഇപ്പോൾ സംസാരിച്ചു. ഇന്നലെ എന്തോ അനിഷ്ട സംഭവം വീട്ടിനകത്ത് ഉണ്ടായതായി പറയുന്നു. പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ വീട്ടിലെ കട്ടിലിൻ്റെ ഒരു ഭാഗം കത്തിയിട്ടുണ്ട്. ഒരു തീ പിടിച്ച ചെറിയൊരു അടയാളങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ പോലീസ് അന്വേഷിക്കട്ടെ. അതുപോലെ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന, ഇൻക്വസ്റ്റ് അടക്കം തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഇതിനകത്ത് എന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ അത് അധികം താമസിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ പുറത്തു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഇവിടുത്തെ നാട്ടുകാരും പൊതുപ്രവർത്തകരും ഇന്നലെ എന്തോ ചെറിയ അനിഷ്ട സംഭവം വീട്ടിലുണ്ടായതായിട്ട് പറയുന്നുണ്ട്. രാത്രിയിലാണോ? എന്താണ്? അല്ല, അതിനെ സംബന്ധിച്ച് മറ്റു ഡീറ്റെയിൽ എനിക്കറിയില്ല. ഞാനിവിടെ നിന്നൊരു 2 കിലോമീറ്റർ അപ്പുറത്ത് മാറി താമസിക്കുന്ന ആളാണ്. ഇവിടെ എന്തോ അനിഷ്ട സംഭവം ഉണ്ടായതായിട്ട് പുറത്തുള്ളവർ പറയുന്നുണ്ട്. അതിൻ്റെ കോൺസിക്വൻസസ് ആണോ എന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസിൻ്റെ പരിശോധനയിലൂടെയാണ് വ്യക്തമാകേണ്ടത്. ഏതായാലും പലതരത്തിലുള്ള ദുരൂഹതകൾ നാട്ടുകാരും അതോടൊപ്പം ഈ പൊതുപ്രവർത്തകരും ഒക്കെ തന്നെ ആരോപിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അതിൽ പോലീസിന്റെ ഒരു നിഗമനം ഇത് കൊലപാതകം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ആരാണ് കൃത്യം ചെയ്തത്, ആ ദാരുണമായ സംഭവം നടന്നതിന്റെ പിന്നിൽ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി ഏതായാലും അറിയേണ്ടത്. അതിന് വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. 3 പേരും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. കുഞ്ഞിന്റെ അമ്മയും അതോടൊപ്പം അമ്മയുടെ സഹോദരനും അച്ഛനും എല്ലാം തന്നെ കസ്റ്റഡിയിലുണ്ട്. ആ പല അവ്യക്തതകൾ നീക്കുന്നതിന് വേണ്ടി അവരെ ഒന്നിച്ചിരുത്തിയും വെവ്വേറെ ഇരുത്തിയും എല്ലാം തന്നെ ചോദ്യം ചെയ്യണം. ഒപ്പം തന്നെ ഈ മൊഴികളിൽ, അവർ നൽകിയിരിക്കുന്ന മൊഴികളിൽ പലതരത്തിലുള്ള വൈരുദ്ധ്യം ഇപ്പോൾ നിലനിൽക്കുന്നു. ആദ്യം പറഞ്ഞത്, കുഞ്ഞിന്റെ അമ്മ പറഞ്ഞത് അച്ഛൻ്റെ അടുത്ത് കുഞ്ഞിനെ രാവിലെ ആക്കിയിട്ടാണ് പോയത്. അതിനുശേഷം ഒരു കരച്ചിൽ കേട്ടു എന്ന് അമ്മ പറയുന്നു. അച്ഛൻ പറയുന്ന മറ്റൊരു കാര്യമാണ്, സഹോദരൻ പറയുന്ന മറ്റൊരു കാര്യമാണ്. തീർച്ചയായിട്ടും സ്റ്റെഫിൻ, അടിമുടി ദുരൂഹതകളാണ്, മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ, ഇതെല്ലാം തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ്. ഇതെല്ലാം ഈ സംശയങ്ങൾക്കൊക്കെ ഉത്തരം ലഭിക്കേണ്ടതാണ്. നാട്ടുകാരുടെ എല്ലാം പ്രതികരണങ്ങളും അത്തരത്തിലാണ്. കുഞ്ഞ് തനിയെ വരില്ല, ആരെങ്കിലും കൊണ്ടിട്ടതാകും. അത് ആര് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം.